നമ്മുടെ ഏഴുപുന്ന ഗ്രാമത്തിന്റെ ഒരു അഭിമാനമായിട്ടുള്ള അവിടെ നാട്ടിലുള്ളവരുടെയൊക്കെ ഒരു കണ്ണിലുണ്ണിയായിട്ടുള്ള നമ്മുടെ കൺമണിയായിട്ടുള്ള ഒരാളാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സുഭദ്ര കുട്ടി ഓൺ സ്റ്റേജ്. എഴുപുന്ന തരക, എഴുപുന്ന താരക എന്നാക്കാല്ലേ, താരക, ഏഴുപുന്ന താരക, താരക, എഴുപുന്നയിലെ സ്റ്റാർ. ഒരു നല്ല പേര് കിട്ടിയല്ലോ, എന്തേ? ഏഴുപുന്ന താരക, ഏഴുപുന്നയിലെ സ്റ്റാർ. യെസ്, ഇഷ്ടായി. ചെറിയ സ്റ്റാർ ഒന്നല്ല, സൂപ്പർ സ്റ്റാർ. അതെ, സൂപ്പർ ഡൂപ്പർ. താങ്ക് യു. കൈ കാണിച്ചിട്ടില്ലേ? താങ്ക് യു. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞാൽ കേട്ടില്ലേ, ഒന്ന് പോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ വേണ്ടി. നല്ല രസമുണ്ടല്ലോ ഇന്നത്തെ ഉടുപ്പ്. ആനുഷ്ക ചേച്ചിയുടെ അമ്മ തയ്ച്ചു. ആണോ? ശരി, കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു. കുഞ്ഞാറ്റയുടെ ഒരു ആരാധകൻ എന്നോട് ട്രെയിനിൽ വെച്ച് പറഞ്ഞത്, കുഞ്ഞാറ്റക്കുട്ടി പാവാണ് കേട്ടോ, പോരില്ല. എന്താ പോരില്ലാന്നോ? പോര് ഇല്ലെന്ന്. ഓ അങ്ങനെ. പോര് വഴക്കുണ്ടാക്കത്തില്ല, അങ്ങനെയല്ല, ജാടയില്ലെന്ന്. ഓ അതാണോ? പോര് ഇല്ല, അങ്ങനെ ഒരു ഭാഷയുണ്ട്, പോര് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഏത് പോരിനാണ് ഇറങ്ങിയിരിക്കണേ? പാട്ടിന്റെ പോരിന്. ഏതാ പാട്ട്? ഉജ്ജയിനിയിലെ ഗായിക. ഓ യു ആർ മാളവിക. യു ആർ മാളവിക. ഓ യു ആർ മാളു. ഷീ ഈസ് മാളു. ഓ ഓക്കേ. ബാക്കി പാട്ടിന്റെ ജാതകം. ഫിലിം കടൽപ്പാലം, വർഷം 1969, മ്യൂസിക് ജി ദേവരാജൻ മാസ്റ്റർ, ലിറിക്സ് വയലാർ രാമവർമ്മ സാർ, പാടിയത് പി ലീലാമ്മ. ഇതിലാണ് SP ബാലസുബ്രഹ്മണ്യം സാർ ആദ്യമായിട്ട് മലയാളത്തിൽ പാടുന്നത്. ഈ കടലും മറുകടലും ഭൂമിയും വാനവും കടന്ന് 14 ലോകങ്ങൾ കാണാൻ ഇവിടന്നു പോണവരെ, അവിടെ മനുഷ്യരുണ്ടോ, അവിടെ മതങ്ങളുണ്ടോ? ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന്. സുഷ് റെഡിയല്ലേ? 1 2 1 2 3 1 2 3. ഉജ്ജയിനിയിലെ ഗായിക, ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഉജ്ജയിനിയിലെ ഗായിക, ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. കലയും കാലവും
മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഗുഡ് മോളെ, ഗുഡ്. മിസ് കുഞ്ഞാറ്റ, എന്തോ എഴുപുന്ന താരകെ, എന്തോ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു താങ്ക് യു ഈ പാട്ട് ഇപ്പൊ പാടിയത്. ഈ ശബ്ദം ഈ പാട്ടിന് നല്ല മാച്ചിങ് ആണ്. താങ്ക് കാരണം യു. പീലിലമ്മയുടെ ശബ്ദം, കുഞ്ഞാറ്റയുടെ ശബ്ദം, വൈക്കം വിജയുടെ ശബ്ദം, വിജയലക്ഷ്മിയുടെ ശബ്ദം, ആ ഒരു സ്റ്റൈൽ വോയിസ് ആണല്ലോ. പിന്നെ ശബ്ദത്തിന് അടഞ്ഞിട്ടുണ്ടോ? എനിക്ക് തൊണ്ടവേദന ആണോ? ആ, അത് ഇടയ്ക്കിടയ്ക്ക് കാറ്റ് വരുന്നുണ്ട്. ഇന്നലെ രാവിലെ തുടങ്ങിയതാ. ആണോ? ഓ, അത് ശരി. അതാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് പാട്ടിൽ ഉടനീളം കാണുന്നുണ്ട്. ജലദോഷ് കുമാർ ഉണ്ടോ? ജലദോഷ് കുമാർ ഇല്ല. ആ, പുള്ളി വന്നിട്ടില്ല, വരുമെന്ന് അറിയിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അവളുടെ മഞ്ജീര ചിഞ്ചിതത്തിൽ, അതുപോലെ തന്നെ ഹിമഗിരി പുത്രിയെ തപസ്സിരുന്നു, അവൾ സ്വയംവര പന്തലിൽ ഒരുങ്ങി നിന്നു. അതൊക്കെ കേൾക്കാൻ നല്ലതായിരുന്നു കേട്ടോ. താങ്ക് യു അതുപോലെ സാർ. തന്നെ ഒരു പുനർജന്മത്തിന് ചിറക് നൽകിയവർ സ്വയം മറന്നങ്ങനെ പറന്നുയർന്നു. ചരണം നല്ലായിരുന്നു. ചരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. യുഗകൽപ്പനയുടെ കല്ലിനു പോലും യുവഗായികയുടെ താങ്കൾ ഒരു പുനർജന്മത്തിൻ ചിറകു നൽകി അവർ സ്വയം മറന്നങ്ങനെ പറന്നുയർന്നു. ഗായിക മാളവിക, ഇതെന്താ ഇഷ്ടമല്ലേ ഇവരായിരുന്നു? ഇഷ്ടം. ഇപ്പോഴും ശബ്ദം അടഞ്ഞിരിക്കാണ്ടേ തോന്നുന്നു. അപ്പൊ ഞങ്ങൾ അതിനെ പറ്റി കുറ്റം അധികം പറയുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും അത് സ്ലിപ്പായി പോയി. ആ സംഗതി ഒന്ന് കറക്റ്റ് ആക്കണം. ഗായിക മാളവിക ഗായിക അതെ, അത് എല്ലാ സ്ഥലത്തും കൺസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ടില്ല. അതെ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ കൽപ്രതിമയിൽ അവിടെ കാറ്റ് വന്നു. പിന്നെ അലിയും ശരിയോടെ തുടങ്ങിയപ്പോ കുറച്ച് ശ്രുതി. പിന്നെ കുമ്പിട്ടു ക്ലാരിറ്റി. അത് ക്ലാരിറ്റി വേണം. ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. പല സ്ഥലങ്ങളിലും ശ്രുതി അത്ര സ്റ്റഡിയല്ല. ഇന്നത്തെ ഈ വയ്യായിക കൊണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും അധികം ഒന്നും പറയുന്നില്ല. അടുത്ത തവണ നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. ഇത് അസുഖം പെട്ടെന്ന് ഭേദാവട്ടെ. ഭദ്രേ, സുഭദ്രേ, കുഞ്ഞരെ, കുട്ടിക്ക് ഒന്നുമില്ല. നന്നായിരുന്നു കേട്ടാ. എനിക്ക് പറയാനാണ് ഈ പേടിപ്പിച്ചത്. കൊള്ളായിരുന്നു കേട്ടാ. താങ്ക് യു. ഇഷ്ടായിട്ടാ. താങ്ക് യു. പക്ഷെ കുഞ്ഞാരെ ഫുള്ളായിട്ട് കിട്ടിയില്ലെന്ന്. സാരമില്ല, ചില ദിവസങ്ങൾ അങ്ങനെയല്ലേ. അതെ, എല്ലാ ദിവസവും ഫുള്ളായിട്ട് കിട്ടിയാൽ നമ്മൾ ദൈവമായി പോവില്ലേ? അതെ. അപ്പൊ മനുഷ്യനാണെന്ന് നമ്മളെ വീണ്ടും വീണ്ടും അറിയിപ്പിക്കുന്നതാണിത്, നമ്മുടെ ഇംപെർഫെക്ഷൻസ് എന്നുള്ളത്. പരിമിതികൾ. ആ പരിമിതികൾ നമുക്കുണ്ടെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ദിവസങ്ങളാണ് ഇതെല്ലാം, അല്ലേ? അപ്പൊ ആ പരിമിതികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി ആ പരിമിതികളെ മറികടക്കാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും എന്ന് നമുക്ക് കരുതിക്കൊണ്ട് ആശാവഹമായി മുന്നോട്ട് പോവാം. ഹോപ്പ്, അല്ലെ? നാളെ നല്ലത് വരും എന്നുള്ള ഒരു ഹോപ്പിലാണ് ഒരു ശുഭപ്രതീക്ഷ. ഇതിന്റെ മ്യൂസിക്കാലിറ്റി പറ്റി മധു കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് എന്തിനെ പറ്റിയാണെന്നുള്ളതാണ്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അറിയേണ്ടത്. എന്നാൽ ഇതിന്റെ ഭാവം കുറച്ചും കൂടെ നമുക്ക് കിട്ടും. അതെന്താ വെച്ചാൽ, ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. അപ്പൊ കാളിദാസനെ കുറിച്ച് കേട്ടിട്ടില്ലേ? മഹാകവിയാണ്, ദ ഗ്രേറ്റസ്റ്റ്. നമ്മുടെ ഏൻഷ്യന്റ് ഭാരതത്തിന്റെ ദ ഗ്രേറ്റസ്റ്റ് ആണ്. എല്ലാവരും അതിന്റെ പിന്തുടർച്ചക്കാരാണ്, ഇന്നത്തെ കവികളും എല്ലാവരും തന്നെ. അപ്പൊ കാളിദാസൻ ഒരു വലിയൊരു മഹനീയമായിട്ടുള്ള മാതൃകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിക്രമോർവശീയം എന്ന് പറഞ്ഞ കൃതിയിലെ നായികയുടെ പേരാണ് ഉർവശി. അതുപോലെ തന്നെ മാളവികാഗ്നിമിത്രം എന്നുള്ള ആ കൃതിയുടെ നായിക ആരാണ്? മാളവിക. അഭിജ്ഞാന ശാകുന്തളത്തിന്റെ നായിക ആരാ? ശകുന്തള. കുമാരസംഭവത്തിലെ നായിക ആരാ? പാർവതി. അപ്പോ അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്ത ഇമേജസ് ആണ് ഇതെല്ലാം. ഉർവശി എന്നൊരു മാളവിക, ഇത് തമ്മിൽ വ്യത്യാസമില്ല. ഉർവശിയും മാളവികയൊക്കെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളാണ്. ഈ കഥാപാത്രങ്ങളൊക്കെ ഒന്നുകൂടി വരികയാണ്. അതായത് ഉജ്ജയിനി എന്ന് പറഞ്ഞ ആ ഇടത്തിൽ, ഇന്ന് ഉജ്ജയിൻ എന്ന് പറയും, മധ്യപ്രദേശിലുള്ള ഇടമാണ്. അവിടെയാണ് കാളിദാസൻ ജീവിച്ചിരുന്നതെന്ന് പറയുന്നു, വിക്രമാദിത്യ മഹാരാജാവിന്റെ കാലത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഉജ്ജയിനും കാളിദാസനും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും വയലാർ കാളിദാസന് കൊടുക്കുന്ന ഒരു വലിയൊരു ട്രിബ്യൂട്ടാണ് ഈ പാട്ടെന്ന് പറയുന്നത്.
അതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഋതുദേവത എന്നുള്ളത് ഋതുസംഹാരം എന്നുള്ള കാളിദാസ കൃതിയിൽ നിന്നാണ് ഋതുദേവത ഇതിനകത്ത് വന്നിരിക്കുന്നത്. മുനികന്യക ആരാണ്? ശകുന്തളയാണ്. പിന്നെ ഹിമഗിരി പുത്രി, ഹിമവാന്റെ പുത്രി ആരാണ്? പാർവതിയാണ്. അങ്ങനെ ഒരു വലിയൊരു ട്രിബ്യൂട്ടാണ് ഈ പാട്ടെന്നുള്ളതാണ് ഈ പാട്ടിനെ പറ്റിയുള്ള ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് ശബ്ദമൊക്കെ പോട്ടെ, കഴിഞ്ഞല്ലോ, പാട്ട് കഴിഞ്ഞല്ലോ. ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് ആ പല്ലവി ഒന്ന് വയലാർ സാറിന് ഒരു ട്രിബ്യൂട്ടായിട്ടാണ് പാടിക്കുക. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. അതാണ് അർത്ഥം അറിഞ്ഞിടത്താണ് അങ്ങനെ പാടാൻ പറ്റാത്ത കേട്ടോ. അതായിരുന്നു പ്രശ്നം. കറക്റ്റായി. പേര് പാട്ട് ഫുൾ അങ്ങ് പാടിപ്പിച്ചാലോ? വേണോ ഒന്നുകൂടെ പാടണോ ഫുള്ളായിട്ട്? തല്ലുകൂടാൻ വിളിക്കുന്ന പോലെ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ അതൊന്നുകൂടെ സഹിക്കണ്ടേ? അത് വേണം. അത് പറ്റത്തില്ല. ക്യാപ്റ്റൻ എന്താ പറയണു? എനിക്കും പറയാനുണ്ട്. പക്ഷെ കുഞ്ഞാറ്റ കിളിക്കുന്ന ശബ്ദം വയ്യാന്ന് പറയുന്നു. കുറെ കാറ്റാണ് വരുന്നത്. മാളവിക പിന്നെ ഉർവശിയൊക്കെ കാറ്റിൽ ഇങ്ങനെ പറന്നു പോയിട്ടുണ്ടായിരുന്നു കുറെ. പക്ഷെ കുഴപ്പമില്ല കുഞ്ഞാറ്റ കിളിയെ, അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നതാണ്. കുഴപ്പമില്ല, അതങ്ങ് മാറ്റിവെച്ചു. എനിക്കും ഇതേ പ്രശ്നമാണ്. ആ കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല. ആ ഒരു സാധാരണ കുഞ്ഞാറ്റ കിളിയുടെ ശബ്ദത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സുഖം ഇന്ന് മിസ്സിംഗ് ആയിരുന്നു. മേ ബി ആ ഒരു ശബ്ദത്തിന്റെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. ടെൻഷനൊന്നും ഇല്ലേ? സൂപ്പർ ഹീറോ. ശരി, മിടുക്കിയായിട്ട് പാടി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശബ്ദം എന്തായാലും ശരിയാവട്ടെ കേട്ടോ. അപ്പോ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു മൊത്തത്തില്. മെയിനായിട്ട് ആ രണ്ട്, എപ്പോഴും MJ സാർ പറയുന്ന പോലെ ആ പാട്ടിന്റെ കീ എന്ന് പറയുന്നത് ആ ഗായിക മാളവിക എന്ന് പറഞ്ഞ ആ ഒരു അവിടെ വരുന്ന ആ ഒരു ചെറിയൊരു സംഗതിയാണ്. അപ്പൊ അത് ഇന്ന് കൺസിസ്റ്റന്റ് ആയിട്ടില്ലായിരുന്നു. പിന്നെ അലിയും ശിലയുടെ കണ്ണു തുറന്നു ആ ഒരു ചരണത്തില് എന്താ പറയാ, ഫസ്റ്റ് തുടങ്ങിയപ്പോ ഒരു പിച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. കലയും കാലവും കുമ്പിട്ടുവിന്റെ ക്ലാരിറ്റി. അപ്പൊ അങ്ങനത്തെ കുഞ്ഞു 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 ഇഷ്യൂസ് ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. ശബ്ദം ശരിയാവട്ടെ പെട്ടെന്ന് കേട്ടോ. നല്ല ആവിയൊക്കെ പിടിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഗാർഗിളൊക്കെ ചെയ്ത് മിടുക്കിയായിട്ട് തിരിച്ചു വാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ നമ്മുടെ എഴുപുന്ന തരക എന്തോ ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് കുറച്ച് കുറവാണ്. പരിമിതികൾ മനസ്സിലായല്ലോ. 96.75 ഔട്ട് ഓഫ് 100. നല്ല എനർജി ആയിട്ട് തിരിച്ചു വരട്ടെ കുഞ്ഞാറ്റക്കുട്ടി. അതെ, തിരിച്ചു വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. തിരിച്ചു വരണമെങ്കിൽ കുഞ്ഞാറ്റയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്യേണ്ടി വരും. മിണ്ടാതിരിക്കേണ്ടി വരും. ബൈ. അത് പ്രതീക്ഷിച്ചില്ല അല്ലേ? ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവിൽ നിറഞ്ഞ മധുവോ. മധു പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തന്റെ നിലാവോ. ഉറങ്ങിക്കോ. ചേച്ചി പാടി തന്നില്ലേ? താരാട്ട് പാടിയതാ ചേച്ചി. എന്നെ ഇവിടെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ പാടാനുള്ള കാരണം ഉറങ്ങിക്കോളെ. കുറച്ചു നേരത്തേക്ക് ശല്യം ഒന്ന് പറയാലോ വെച്ചാ. അത് ഞാൻ നിന്നുറങ്ങണം. അവിടെ വന്നിരിക്കുമ്പോ നിങ്ങത് പാടിക്കൂടെ? ഉറക്കാൻ വേണ്ടി പാടുത്തന്നല്ലേ. എന്റെ പൊന്നനിയത്തിയല്ലേ അത്. അതെ, അതൊക്കെ അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും കുറച്ച് സ്നേഹം കാണിക്കണ്ടേ? ആയിക്കോട്ടെ. ഈ ക്യാമറ ഒന്ന് ഓഫ് ചെയ്ത് നോക്ക്. അല്ല, ശരിക്കും ചുമ്മാ പാടിയതാ? അല്ല, നമുക്ക് ഈ പാട്ട് പാടാൻ ഒരാളെ വിളിക്കാം. ഓ, അതിനാ? പിന്നെന്താ? ആണോ ഈ പാട്ട് ആളെ എനിക്കറിയാം, ആരാ വരാൻ പോകുന്ന എനിക്കറിയാം. പക്ഷെ ഈ പാട്ടാണോ? ഈ പാട്ടാണെന്ന് അതൊക്കെ അറിയണം ഏകദേശം. ശരി, ഒന്നുമില്ലെങ്കിൽ ആദ്യത്തെ വരിയൊക്കെ ഇതുപോലെ ഉണ്ടാവും. ആണോ? നമുക്ക് വിളിച്ച് ചോദിക്കാം. അതിലെന്തോ ഉണ്ട്. ഇത് നമ്മുടെ ടോപ്പ് സിംഗർ ഉണ്ട്, വല്ലാണ്ട്. ടോപ്പ് സിംഗറിന്റെ വൈദ്യുതി വന്നിട്ട് നമ്മളത് കണ്ടുപിടിക്കും. വെൽക്കം ദ്വിതി കുട്ടി ഓൺ സ്റ്റേജ്.
അയ്യോ ഇത് ദ്യുതിക്കുട്ടിയല്ല. ഒരമ്മ. ഇതൊരു അമ്മയാണല്ലോ, നല്ല ഐശ്വര്യമുള്ള ഒരു അമ്മ വരുന്നുണ്ടല്ലോ. ഇത് ശരിക്കും ഒരു അമ്മ പോലെ. എസ് ജാനകിയമ്മയാണല്ലേ? അയ്യോടാ വലിയ പൊട്ടല്ലേ? നമസ്കാരം ജാനകിയമ്മ. ആ വലിയ പൊട്ടാണ്. നമസ്തേ. അയ്യോ ഇത് ശരിക്കും അതുപോലെ ഇല്ലേ? ആ ശരിക്കും അതേപോലെ ഉണ്ടല്ലോ. ശരിയാണല്ലോ, ആ സാരി ഉടുത്തേക്കണ സ്റ്റൈല്, ബ്ലൗസിന്റെ സ്റ്റൈലൊക്കെ അതെ, ഹെയർ സ്റ്റൈല്, പൊട്ട് എല്ലാം ജാനകിയമ്മയുടെ പോലെ. അപ്പൊ ജാനകിയമ്മ വന്നു നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6-ല്. അതെ അതെ. നമസ്കാരം ജാനകിയമ്മ. നമസ്കാരം അമ്മ. നമസ്തേ. അമ്മയ്ക്ക് എപ്പോഴും ഒരു ചെറിയ പുസ്തകം ഉണ്ടാവും. ജാനകിയമ്മയ്ക്കും ഉണ്ടാവും, ചേട്ടനും ഉണ്ടാവും. വളരെ ചെറിയൊരു പുസ്തകം ഉണ്ടാവും. ഇത് വെച്ചിട്ടാണ് പാടുക. അതാണ് ജാനകിയമ്മ. സുഖമാണോ? ഇപ്പൊ എവിടുന്ന് വരുന്നു? കോഴിക്കോട്. ജാനകിയമ്മ കോഴിക്കോടാണ് താമസിക്കുന്നത്. ശരി, ഞാൻ വെച്ച് മൈസൂരാണെന്ന്. ഇപ്പൊ ജാനകിയമ്മ ഇന്ന് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഓമനത്തിങ്കൾ കിടാവോ. ബാക്കി ആരൊക്കെയാണ് ഇതില്? മ്യൂസിക് ചെയ്താരാണ്? രവീന്ദ്രൻ മാഷ്. എഴുതിയതാരാണ്? ONV കുറുപ്പ് സാർ. ONV കുറുപ്പ് സാറാണോ? ഓക്കെ. ഏത് സിനിമയായിരുന്നു ജാനകിയമ്മ? ഇത്തിരി പൂവേ ചുവന്ന പൂവേ. അത് ഏത് വർഷമായിരുന്നു? 1984. ജാനകിയമ്മ Very good. പാടിയിരിക്കുന്നത്. അതെ അതെ അതെ. നമുക്ക് വലിയ ഭാഗ്യമല്ലേ ജാനകിയമ്മ നേരിട്ട് വന്ന് ഈ പാട്ടൊക്കെ പാടുന്ന പറയുന്നത്? ശരിക്കും ഞങ്ങളുടെ ഒരു ഭാഗ്യം അതൊക്കെ. ഭയങ്കര ഭാഗ്യം. സന്തോഷാണ് കേൾക്കാൻ ഫ്ലവേഴ്സ് വേണ്ടി. ടോപ്പ് സിംഗറിന്റെ വേദി ധന്യമായി. അപ്പം പാടിക്കോളൂ അമ്മ. പാട്ട് കേൾക്കാം അല്ലേ? അമ്മ പാടിക്കോളൂ. ശരി ജാനകിയമ്മ, ഓൾ ദി ബെസ്റ്റ്. All the best. തിങ്കൾ കിടാവോ പാടി പാടി ഞാൻ നിന്നെയുറക്കാം. ഓമന തിങ്കൾ കിടാവോ പാടി പാടി ഞാൻ നിന്നെയുറക്കാം. സ്വപ്നത്തിലെന്നുണ്ണി പൊഞ്ചിരിക്കും, അമ്മ ദുഃഖങ്ങളെല്ലാം മറന്നിരിക്കും. ഓമന തിങ്കൾ കിടാവോ പാടി പാടി ഞാൻ നിന്നെയുറക്കാം. കിടാവോ പാടി പാടി ഞാൻ നിന്നെയുറക്കാം.
പാടി ഞാൻ നിന്നെയുറക്കാം. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോളെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദ്യുതികുട്ടി, അയ്യോ സോറി, ജാനകിയമ്മേ നന്നായിട്ട് പാടിയിട്ടോ. ആ പിന്നെ ചില ഭാഗങ്ങളൊക്കെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, ചില സ്ഥലങ്ങളിലൊക്കെ. പ്രായം എത്രയല്ലേ ആയിട്ടുള്ളൂ? കുഞ്ഞല്ലേ? ആ ഇപ്പൊ എത്രയിലായി? 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ ഓമന തിങ്കൾ കിടാവ്. തന്നെയല്ലേ? ആ ജാനകിയമ്മ പാടിയ പാട്ട്, അയ്യോ സോറി, ജാനകിയമ്മ ആണല്ലോ ഇത്. ഓക്കെ, എന്നാലും ഇത്രയും ചെറിയ കുട്ടിയല്ലേ ഈ ജാനകിയമ്മ അല്ലേ? ജാനകിക്കുട്ടിയാ. ജാനകിക്കുട്ടി, എന്റെ സ്വന്തം ജാനകിക്കുട്ടി അല്ലേ? ചില ഭാഗങ്ങളൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഉണ്ണിയെ തേടി വന്നിട്ടും പിന്നെ ആ അവസാനത്തെ മാത്രം വാത്സല്യമാവാം എന്നുള്ള സംഗതി മാത്രം, അത് കുറച്ച് ഒരു ക്ലാരിറ്റി. പക്ഷെ അനുപല്ലവി വളരെ നന്നായിരുന്നു. നിദ്രയിൽ നീ കണ്ട സ്വപ്നമെന്തേ, അതിന്റെ ആ പൂവേ മാത്രം ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി, അത്രേ ഉള്ളൂ. നിൻ കവിളെന്തേ തുടുത്തുപോയി ഒരു കുങ്കുമച്ചെപ്പ് തുറന്ന പോലെ, ചരണത്തിന്റെ ലാസ്റ്റ് ലൈൻസ്. വെരി ഗുഡ്. നിദ്രയിൽ നീ കണ്ട സ്വപ്നമെന്തേ, എൻ്റെ ഇത്തിരി പൂവേ പറന്നു പോവേ. നിദ്രയിൽ നീ കണ്ട സ്വപ്നമെന്തേ, എൻ്റെ ഇത്തിരി പൂവേ പറന്നു പോവേ. നിൻ കവിളെന്തേ തുടുത്തുപോയി, നിൻ കവിളെന്തേ തുടുത്തുപോയി ഒരു കുങ്കുമച്ചെപ്പു തുറന്ന പോലെ. പ്രശ്നം എന്ന് പറയാനായിട്ട് ആ ടഫായിട്ടുള്ള സംഗതിയാണ് ആ പല്ലവിയിലുള്ളത്. അത് വെറും കുഞ്ഞു ജാനകിയമ്മയല്ലേ, അതൊക്കെ കറക്റ്റ് ആയിട്ട് വരാനുള്ള പ്രായമായി വരണേ ഉള്ളൂ ഈ ജാനകിയമ്മയ്ക്ക്. കുറച്ചും കൂടി നാള് കഴിഞ്ഞാൽ ഈ പാട്ട് ഇത്രയും, ജാനകിയമ്മ കുറച്ചുകൂടെ വലുതാവുമ്പോ അതെ ജാനകിയമ്മ കുറച്ചുകൂടി വലുതാകുമ്പോൾ അടിപൊളിയായിരിക്കും. ഇതിൽ നന്നായിട്ട് പാടും ഈ ജാനകിയമ്മ. കാരണം അത് ഉറപ്പാ. കാരണം ഇത് ഒരു ശ്രമം നടക്കുന്നുണ്ട് ആ സംഗതി പാടാനുള്ള. അത് എന്താ ഏകദേശം ഒരു സ്ഥലത്തൊക്കെ എത്തുന്ന നന്നായിട്ട് വരുന്നുണ്ട് ഏകദേശമൊക്കെ. കുറച്ചും കൂടി നാള് കഴിയുമ്പോ ഈ ജാനകിയമ്മ ആരായിരിക്കും? ഒരു സംഭവമായിരിക്കും അല്ലേ? അതെ, നല്ല കഴിവുണ്ടെങ്കിൽ ഇത് ഈ പാട്ട് ഇങ്ങനെയെങ്കിലും ഒക്കെ പാടാൻ സാധിക്കൂ ഈ കുഞ്ഞു പ്രായത്തില്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ ജാനകിയമ്മ നല്ല കഴിവുള്ള സിംഗർ ആണെന്നാണ് അതിന്റെ അർത്ഥം. യെസ്, ബ്രില്യൻ സിംഗർ ആണ്. ആ അപ്പൊ അത് സാരില്ല കേട്ടോ, കുറച്ചു കഴിയുമ്പോഴത്തേക്ക് അത് ഒന്ന് ശരിയായിക്കോളും, ആ സംഗതികളൊക്കെ ശരിയാവും. പിന്നെ ലാസ്റ്റ് ഓമന തിങ്കൾ കിടാവോ പല്ലവി ചരണം കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഓമന തിങ്കൾ കിടാവോ കുറച്ച് ഷാർപ്പായി, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പറായിട്ട് പാടി മിടുക്കിയ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈ ജാനകിയമ്മയായിട്ട് കാണാൻ എന്ത് രസമല്ലേ? അതെ, അല്ലേ? മിനിയേച്ചർ മിനിമൈസ് മിനിമൈസ് ചെയ്ത പെട്ടെന്ന് ഇങ്ങനെ അത് ശരിയാ. ഇങ്ങനെ പാട്ടും ഗംഭീര സെലക്ഷൻ ആണേ. ഈ പാട്ട് എന്ത് രസാ. അപ്പൊ എങ്ങനെയാണ് കണ്ണ് ചിമ്മുന്ന എങ്ങനെയാ കാണിച്ചു കണ്ടോ? അങ്ങനെയാ, അത്രേ ഉള്ളൂ. ഇങ്ങനെയല്ലേ? അങ്ങനെയാണ് കൺചിമ്മുന്നത്. പക്ഷെ പാട്ടിൽ ഇങ്ങനെ കൺചിമ്മുമ്പോഴത്തേക്കും ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ ലൈൻ ഒന്ന് പാടാമോ? ജാലകവാതിലിലൂടെ ദൂരതാരകം കൺചിമ്മി നോക്കി. ഇതാണ് എപ്പോഴും പ്രശ്നം. ഒരു കൊതിയായിട്ട് ഇങ്ങനെ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തെ പോലെ കിട്ടൂല. അപ്പൊ ഉഗ്രനായിരുന്നു കേട്ടോ. ഉണ്ണിയെ തേടി വന്നെത്തും, അത് ഉഗ്രനായിരുന്നില്ലേ? ആയിരിക്കുമല്ല, ആണ് കേട്ടോ. വാത്സല്യമാവാം, അതെങ്ങനെ പാടിയേ? നീലവെണ്ണിന്റെ വാത്സല്യമാവാം. ആ വന്നല്ലോ, ഏകദേശം വന്നു. ഏകദേശമായി. യെസ്, നിധനി പമപ മഗമ നിസരി എന്നൊരു പാടിയേ. യെസ്, നീലവെണ്ണിന്റെ വാത്സല്യമാവാം. വെരി ഗുഡ്, കിട്ടിപ്പോയി. യെസ്. പിന്നെ എനിക്ക് ആ സ്വപ്നം എന്തേ അത് നന്നായിരുന്നു. അത് എന്റെ ഇത്തിരി പൂവേ
കുരുന്നു പൂവേയില്ലേ, ആ പൂവേയിൽ എന്തായിരുന്നു സംഗതി? നിദ്രയിൽ നീ കണ്ട സ്വപ്നമെന്തേ എന്റെ ഇത്തിരി പൂവേ കുരുന്നു പൂവേ. ആ അതെ അതെ യെസ്. ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ. അപ്പ കിട്ടിയില്ല, പക്ഷെ ഇപ്പൊ കിട്ടി. ദുഃഖം എന്നല്ലേ പറഞ്ഞേ, അല്ലേ മോളെ? ആ ദുഃഖം ദുഃഖം. ദുഃഖം. എങ്ങനെ? ദുഃഖം ആ ഒരു ഖം വരണം. എന്ത് വരണം? ദുഃഖം. ആ അത് വരണം. ഓക്കെ. ദ്യുതിക്കുട്ടി, വാത്സല്യം എന്ന് പറഞ്ഞേ വാത്സല്യം. സാന്നായി പോണുണ്ട്. വാത്സല്യം. ആ പല്ലില്ലേ നോക്കട്ടെ, ഈ പല്ലിന്റെ ഇടയിലെ കാറ്റ് പോകണ്ടല്ലോ കൊറേ കേട്ടോ. നല്ല രസമുണ്ട് പക്ഷെ കേൾക്കാം കേട്ടോ. ഭയങ്കര ഒരു നല്ല ക്യൂട്ടായിട്ട് ദ്യുതിക്കുട്ടി പാടി കേട്ടോ, മിടുക്കിയായി പാടി. ഒരുപാട് നല്ല നല്ല ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ശബ്ദത്തിന് ഇന്ന് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മിടുക്കിയായി പാടിയേ. എനിക്കും ഒരുപാട് ഭാഗങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ പാട്ട് പാടി തുടങ്ങുമ്പോഴൊക്കെ ഓരോ ലൈൻ തുടങ്ങുമ്പോഴും നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ശരിക്കും ജാനകി അമ്മ അവിടെ നിന്ന് പാടുന്ന പോലെ ഇപ്പൊ ഞാൻ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുമായിരുന്നു ദ്യുതിക്കുട്ടി പാടുന്നത് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ അമ്മയ്ക്ക് ഇന്നത്തെ മാർക്ക് പറയട്ടെ. ഇന്നത്തെ അമ്മയുടെ മാർക്ക് 97.25 ഔട്ട് ഓഫ് 100. ടാറ്റാ. ബൈ, ഗുഡ് നൈറ്റ്.